വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ അത്യാധുനിക രീതിയിൽ നിർമ്മിച്ച സംസ്ഥാനത്തെ ഏറ്റവും വലിയ പച്ചക്കറി മാർക്കറ്റുകളിലൊന്നായ കല്ലുത്താൻ കടവിലെ ന്യൂ പാളയം മാർക്കറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പദ്ധതികൾ നടപ്പാക്കുന്നത് സ്വാഭാവികമാണ്. അത് നാടിനെ ഗുണകരമാണെങ്കിൽ അനുകൂലിക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടതെന്ന് പ്രതിപക്ഷത്തെ വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നല്ല കാര്യങ്ങൾ അംഗീകരിക്കുകയും അതിനെ പിന്തുണയ്ക്കുകയുമാണ് വേണ്ടത്. ദൗർഭാഗ്യവശാൽ കേരളത്തിൽ സമീപകാലത്ത് അങ്ങനെയല്ല. പല പ്രയാസങ്ങളാണ് പ്രതിപക്ഷത്തെ ഭരിക്കുന്നത്. നേട്ടങ്ങളും പുരോഗതിയും കണ്ടില്ലെന്ന് അവർ നടിക്കുകയാണ്. നേട്ടങ്ങൾ നാടിനാണ്. തങ്ങൾക്ക് നേട്ടമുണ്ടായില്ല എന്ന് പറയുകയാണെങ്കിൽ ശരിയായിരിക്കാം. ഏതെങ്കിലും പ്രത്യേക മോഹക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനല്ല, നാടിനു വേണ്ടിയാണ് ഏതു ഭരണ സംവിധാനവും. പൊതുജനങ്ങൾ ശരിയായ രീതിയിൽ കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അതേസമയം കോഴിക്കോട് പാളയത്തെ പഴം പച്ചക്കറി മാർക്കറ്റ് കടവിലേക്ക് മാറ്റുന്നതിൽ വ്യാപക പ്രതിഷേധവുമായി വ്യാപാരികളും തൊഴിലാളികളും. കല്ലുത്താൻ കടവിലെ BJP അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പുതിയ കെട്ടിടത്തിൽ വലിയ വാടക കൊടുക്കേണ്ടി വരുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ചെറുകിട കച്ചവടക്കാർക്ക് തൊഴിൽ ചെയ്യാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഇല്ലെന്നും കച്ചവടക്കാർ പറയുന്നു. പാളയം ബസ് സ്റ്റാൻഡിനടുത്ത് സ്ഥിതി ചെയ്യുന്ന മാർക്കറ്റ് ആയതിനാൽ ആളുകൾ ധാരാളം എത്തും. കല്ലുത്താൻ കടവിലേക്ക് മാറ്റിയാൽ കച്ചവടം കുറയുമെന്നും കച്ചവടക്കാർ പറഞ്ഞു. പാളയത്ത് നടത്തിയ പ്രതിഷേധം പോലീസ് തടഞ്ഞതോടെ സമരക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പാളയത്തെ പഴയ മാർക്കറ്റിനെ അപേക്ഷിച്ച് ഏറെ സൗകര്യങ്ങളോട് കൂടിയാണ് കല്ലുത്താൻ കടവിലെ ന്യൂ പാളയം മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. 5.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് കല്ലുത്താൻ കടവ് ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ് 100 കോടിയോളം രൂപ ചെലവഴിച്ച് 6 ബ്ലോക്കുകളുള്ള കെട്ടിടം നിർമ്മിച്ചത്. 3.5 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിൽ 300ഓളം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഷോപ്പുകളാണുള്ളത്. 300ലധികം കടമുറികളിൽ താഴത്തെ നിലയിൽ 153 കടമുറികളാണ് പാളയത്തെ മാർക്കറ്റിലുള്ളവർക്ക് നൽകിയത്. പാളയത്തെ അനുബന്ധ കച്ചവടക്കാർക്കും സൗകര്യമുണ്ട്. ഒരേ സമയം 500ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സാധനങ്ങൾ വാങ്ങാനെത്തുന്നവർക്ക് വിനോദത്തിനുള്ള സൗകര്യങ്ങൾ, ശീതീകരിച്ച വിശ്രമ കേന്ദ്രം, ശുചിമുറികൾ തുടങ്ങിയ സൗകര്യങ്ങളുമുണ്ട്.